ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഗ്രീൻ പീസും ചപ്പാത്തിയും ആയിരുന്നു. കഞ്ഞി ഞാൻ പഴയ ചോറുണ്ട്, അത് തിളപ്പിക്കാൻ വെച്ചതാണ്. ഞാൻ ആ ചീഞ്ചട്ടിയിൽ ഇട്ട് തന്നെ, കറി കുറവായതുകൊണ്ട് ചീഞ്ചട്ടിയിൽ ഇട്ട് തന്നെ ചായ കുടിക്കുകയാണ്. പാത്രമൊക്കെ കഴുകാനുണ്ടായി. ഇന്ന് കറി കുമ്പളങ്ങയും മോരുമാണ്. കുമ്പളങ്ങയും മോരും ഞാൻ അരിഞ്ഞിട്ട് പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടുവേ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നല്ല നല്ല വീഡിയോസ് ഇടാൻ നോക്കാം. വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയാണോ വയ്ക്കണത്? ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെയാണ് വയ്ക്കുന്നത്. മോരറി മുളക് പൊടി ആരും ഇടാറില്ല, പക്ഷേ ഇവിടെ മുളക് പൊടി ഇട്ടാണ് വയ്ക്കുന്നത്. ഇളക്കി നമുക്കിനി ഗ്യാസിൻ്റെ അടുത്തേക്ക് വയ്ക്കാം. കുറച്ച് സബ്സ്ക്രൈബറേ ഉള്ളൂ എനിക്ക്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് വേണ്ടി. ഗ്യാസ് കത്തിച്ച് നമുക്ക് വയ്ക്കാം. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, വെളുത്തുള്ളിയാണ് മിക്സ് ചെയ്തിട്ടേക്കുന്നത്. ഉള്ളി ഇല്ലാതെ ആയിപ്പോയി. ജീരകം ഇട്ട് തേങ്ങ കൊത്തിയാണ് ഇട്ടേക്കുന്നത്. തേങ്ങയുടെ ചെരുവ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് തേങ്ങ ചിരണ്ടി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൊത്തിയാണ് ഞാൻ എടുത്തത്. കഷ്ണം കഷ്ണമാക്കിയിട്ട് തേങ്ങയിൽ നിന്ന് അതെല്ലാം കൂടി നമുക്കത് അരിച്ചെടുക്കാം. നല്ലോണം വെണ്ണ പോലെ അരിഞ്ഞിട്ട് ഇത്രയുള്ള കഷ്ണമായിട്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നല്ലോണം അരിഞ്ഞ് കിട്ടി. നല്ലോണം നമുക്ക് അരിച്ചെടുത്തേക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുമ്പളങ്ങ വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അത് കഴുകി ഒഴിക്കാം ആണ്. കുറച്ച് കഴുകി ഒഴിച്ചതിന് ശേഷം അത് കഴുകി ഞാൻ ഒഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് തേങ്ങായപ്പിൻ്റെ പച്ചപ്പ് പോയി, പച്ചക്കുത്ത് പോയപ്പോൾ നമ്മൾ പച്ചമോരാണ് വെച്ചാൽ ഭയങ്കര പുളിയാണ്. അതിന് ഗ്ലാസ്സിലാണ് വയ്ക്കുന്നത്. ഭയങ്കര പുളിയാണ്. അതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഷെയറും ചെയ്യണേ, ലൈക്കും ചെയ്യണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ട് അതിനുശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ വേപ്പില ഇല്ലാതെ ആയിപ്പോയി. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളിയും ഉണക്കമുളകും, താളിക്കാനുള്ള ഉള്ളി ഉണ്ടായുള്ളൂ, അതാണ് ഞാൻ അരച്ച് ചേർക്കാതിരുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. മുളകും ഉള്ളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കറി റെഡിയായി. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കറി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.